ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട ഈ ഒരു കിണ്ണം പൂച്ചയാണ് കേട്ടോ. പിന്നെ ബാക്കിൽ ഇത് അടുത്തുണ്ട്, അത് മോനാണ് തോന്നുന്നു, മോനാണ് മോളാണെന്നറിയില്ല. അതിൻ്റെ അടുത്തേക്ക് ഒരൊറ്റ പോച്ചിലായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാളും കൂടി നടന്നു പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴായിട്ടുള്ള മുന്നേ വെച്ചാൽ കണ്ടു. ഇവർക്ക് എന്തോ ഒരു പദ്ധതികളുണ്ടല്ലോ തോന്നി. വിഷാവനായിട്ട് തന്നെ അല്ലെങ്കിൽ കൊന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലായി ഈ കിളീനെയാണ് ഇവർ ഈ കിടന്ന് സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കിളീനെ പിടിക്കാനുള്ള പദ്ധതി ഇട്ടാണ്. അപ്പോൾ അതേ വീട് കണ്ടപ്പോൾ മറ്റേ പറഞ്ഞിട്ട് പോവുക, ഞാനൊന്നും കണ്ടില്ലയോ ഏറെ പോകണം അതിലാണ് വന്ന് പോക്ക്. അതിൻ്റെ ബാക്കിൽ ഞാനൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അതിൻ്റെ ബാക്കിൽ മറ്റൊരു പോയി. അങ്ങനെ രണ്ടാളും കുറച്ചും കണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മുന്നിൽ കൂടെ വന്ന് പോകുന്നത് മറ്റേ കാണില്ല. കടലിൽ കൂടെ ഒക്കെ ഉണ്ടായി കേട്ടോ. ഇവിടെ കുറച്ച് വലുതായി വരുന്നുണ്ട്. ഇപ്പോൾ നല്ല വലുതായി കേട്ടോ. ഞാൻ കുറേ മുന്നെടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇയാളെ മടി കാരണം കൊണ്ട് ഞാൻ ഇവിടെ എടുത്തത്. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പോൾ കളിക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നല്ലേ ഇവിടെ വരണം. ഇവിടേക്കാൻ വർത്താനം പറഞ്ഞാൽ നീച്ച് വന്ന കോലാണ് ഈ കണ്ണുങ്ങൾ. അപ്പം ഫ്രണ്ട്സൊക്കെ വരാറുണ്ട്. ഞാൻ അതിന് മുന്നോല് വരുന്നൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയി എൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ ഞങ്ങൾ മാങ്ങ വെറുക്കാൻ പോയ ടൈമിലുള്ള വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ പിന്നെ എടുത്തത്. അപ്പോൾ ഞങ്ങളിത് മാങ്ങ വെറുക്കാൻ വേണ്ടി ഈ ഒരു ഇവിടെ വന്നതാണ്. ഞങ്ങളവിടെ പാടത്തേക്ക് ഇറങ്ങണം കേട്ടോ. ഏതോ ഒരു വീടിൻ്റെ അവിടെയുള്ള മാവാണ്. പിന്നെ വലിഞ്ഞ് കയറണൊക്കെ കണ്ടോ, ഇങ്ങനെയൊക്കെ പിടിച്ച് കയറണം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ കയറി ഇഷ്ടപ്പെട്ടൊക്കെ കയറി തുടങ്ങി. ഇതാണ് സിനിമ, നിങ്ങൾക്ക് ഇതിലൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ അവളെ താത്തയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു കട്ട ഫ്രണ്ട്സാണ് നാലാളും. അങ്ങനെ ഞങ്ങളിത് മാങ്ങ വെറുക്കുകയാണ്. എനിക്ക് മാങ്ങ കിട്ടി. ഒരു മാങ്ങ നല്ല ഇടയ്ക്കൊരു സൗണ്ട് കേട്ടോണ്ടെങ്കിൽ ഞാൻ വേഗം ബാത്റൂമിലേക്ക് പോയി. നമുക്ക് സിസ്റ്റർ എടുക്കാം. പിന്നെ അങ്ങനെ മാങ്ങ വെറുക്കലായി. ഈ ചെറുതിന് വരെ മാങ്ങ കിട്ടിട്ടോ. ഇടയ്ക്ക് ഓളവിടെ എന്താ പണിയിലായിരുന്നു. എനിക്കിതാ രണ്ടാമത്തെ മാങ്ങ കിട്ടി. അങ്ങനെ കുറേ കിട്ടിയത്. മൂന്നാമത്തെ മാങ്ങയാണ് കേട്ടത്. അങ്ങനെ കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ടായി. ഈ കാട്ടിലിങ്ങനെ നോക്കുമ്പോൾ ആ സൈഡിൽ കാടിൻ്റെ ഉള്ളിലൊക്കെ ആയതുകൊണ്ട് കിട്ടില്ല. ഞങ്ങൾ ഇന്നും പോയിട്ടുണ്ടായിരുന്നു മാങ്ങ ഇറക്കുന്നത്. ഞങ്ങൾക്ക് കുറേ നിറച്ചു. ഇത് പഞ്ചാര മാങ്ങയാണ് കേട്ടോ. ഇതാ ഒക്കെ ഒരു മാങ്ങ കിട്ടി. അങ്ങനെ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണിത്. ഇത് ഞാൻ ഫസ്റ്റ് എടുത്തപ്പോൾ നല്ലതാണ് വെച്ചെടുത്തു. പിന്നെയാണ് ഞാൻ ബാക്ക് കണ്ടത്. ഞാൻ അപ്പൻ്റെ കളഞ്ഞ് അതിൻ്റെ കുറേ ആൾക്കാരെടുത്ത് നല്ല മാങ്ങയാണ് വിചാരിച്ചിട്ട് നമുക്ക് ഇത്രയോളം മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊന്ന് പെറുക്കിയിട്ട് എന്തൊക്കെയോ കടിച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്രയും മാങ്ങ കിട്ടി. ഞങ്ങളെല്ലാവരും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിലേക്ക് പോകാൻ വഴിക്ക് ഞങ്ങൾ നോക്കുന്നുണ്ട്. ഞങ്ങൾ ഇറങ്ങി വരുന്ന അവിടെ വേറെ മാവുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങളൊന്നുകൂടി നോക്കി. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് വലിയ മാങ്ങ കിട്ടിയാലും കൊണ്ടുവന്ന് തന്നതാണ്. ഞാൻ പ്രതീക്ഷിച്ച് വലിയ വാങ്ങിച്ചത്, പക്ഷേ കുഞ്ഞാപ്പി മാങ്ങ. അങ്ങനെ ഞങ്ങൾ പോണ അവിടെയൊക്കെ നോക്കിയപ്പോൾ എനിക്കൊരു മാങ്ങ കിട്ടി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് സെന്നൂനൊരു മാങ്ങ കിട്ടിയാലും ടോള് കാണിച്ചു തന്നതാണ്. അതും ചെറിയ മാങ്ങയായിരുന്നു. അങ്ങനെ എല്ലാവർക്കും അത്യാവശ്യം വലിയ മാങ്ങ തന്നെയായിരുന്നു കിട്ടിയത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോന്തി അടിച്ച് വെക്കാൻ പോയതാണ് ഈ കണ്ടത്. ഇവിടെ ഭയങ്കര കാടായതുകൊണ്ട് ഇതാണ്. ആ കാണുന്നത് വയലാണ് കേട്ടോ. വയലല്ല, പാടം. അവിടെ കവുങ്ങ്, തെങ്ങ് അങ്ങനത്തതൊക്കെയാണ് ഉള്ളത്. ഇടയ്ക്ക് ഒരാൾ കഷ്ടപ്പെട്ട് വലിഞ്ഞ് കയറി വരികയാണ്. അവിടെ കുറച്ച് കുത്തനായിട്ടാണ്. ആ മാവുമെന്ന് വീണ മാങ്ങയാണ് ഞങ്ങൾ ഈ പെറുക്കണത് കേട്ടോ. ഇവിടെ ഇപ്പം എന്തത് ഇങ്ങനെയാണ് ഇപ്പം ഞാൻ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ കട്ട് ചെയ്യേണ്ടി വരുമോ? ഇത് കുറച്ച് ലോങ്ങിൽ നിൽക്കുന്നുണ്ട്. അവിടെ സ്കില്ലായി നിന്നതാണ് തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മാങ്ങയ്ക്ക് പറിച്ച് പിന്നെ ഓല അപ്പുറത്തൊരു സ്ഥലമുണ്ട്. അവിടേക്ക് ഓല ഉണ്ടാകും മാങ്ങ ഇറക്കാൻ പോയി. എൻ്റെ കയ്യിൽ അമ്മേൻ്റെ ഫോണും കൊണ്ട് ഞാൻ വന്നുകൊണ്ട് ഫോണ് കൊണ്ടാണ്ട് പോകണ്ടായിരിച്ചിട്ട് ഞാൻ അവിടെ നിന്നു. പിന്നെ ഈ സെന്നുവിനെ നോക്കാൻ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾ താത്ത. അപ്പോൾ പിന്നെ ഞങ്ങളുണ്ടാകും റോട്ടുമ്മ നിന്നു. ഓലയുടെ മാങ്ങ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്ര മാങ്ങുന്നില്ല. ആരോ കരുതമോ എന്നുള്ള രീതിയിൽ പെറുക്കി പോയിട്ടുണ്ടല്ലേ. ഞങ്ങൾക്ക് ഈ കവർ നിറച്ച് മാങ്ങ കിട്ടുന്നതാണ്. പിന്നെയാണ് ഞങ്ങൾ ഒരു വയസ്സായ അമ്മമ്മ വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടയച്ചപ്പോൾ ഞങ്ങൾ മാങ്ങ ഇറക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ ഓല് നല്ലൊരു കുറേ പെറുക്കി പോയി ചെയ്തു. അങ്ങനെ അകപ്പാട് കുടുങ്ങി. ഞങ്ങൾ പറഞ്ഞതും കൊടുക്കായ വിചാരിച്ചു. പിന്നെ എന്താ ഓള് പറഞ്ഞു നിങ്ങൾ നീരൊക്കെ വരുമായിരുന്നു. ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തിട്ടു. നീരൊന്നും വന്നില്ല. പിന്നെ ആ കാണുന്ന കയറ്റം മൊത്തം കയറി പോകണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഇറങ്ങുമ്പോൾ സുഖമാണ്. ഞങ്ങൾ പായലാണ്, പക്ഷെ കയറ്റാണ് പ്രശ്നം. എല്ലാവരും മുഖം കണ്ടിട്ട് നട്ടി തിരിച്ച് നിൽക്കുകയാണ്. ആ കയറ്റം കയറിയാലാണ് എൻ്റെ വീട്ടിലേക്ക് എത്തുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ഓരോ സൺഡേ മൺഡേ ഒക്കെ ഇപ്പോൾ വെക്കേഷൻ ആയിട്ട് സൺഡേ മൺഡേ ട്യൂസ്ഡേ ഒക്കെ ഞങ്ങൾക്ക് ഒരേപോലെയാണ്. മൊത്തം കളിക്കലാണ്. ഇപ്പോൾ ഡെയിലി ഇത് തന്നെയാണ് പണി. മാങ്ങ ഇറക്കാൻ പോലെ കയറ്റം കയറിലിറങ്ങാലും. അങ്ങനെ ഞങ്ങളിങ്ങനെ കയറി വരുന്ന ഓള് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങില്ലായിരുന്നു. ബാക്കിൽ ഏതോ താത്ത ആയിരുന്നു കേട്ടോ. അവൾ അറിഞ്ഞു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ ബാക്കിലൊരു താത്ത വിട്ടിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഫ്രണ്ട് ഒരിട്ട് എടുത്തതാട്ടോ. പിന്നെ ഞങ്ങൾ മാങ്ങയൊക്കെ കഴുകി 2 പാത്രം മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്.
ഏതായാലും തപ്പേന് കുറച്ച് സംഭവം കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് കണ്ട് കൊതിയെത്തിയായി നിൽക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ക്ഷീണിച്ച് വന്നുകൊണ്ട് തന്നെ ഞങ്ങൾ തണുത്തുള്ള കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുടിച്ച് വന്ന അവസാനം എത്തിക്കാണ് കിട്ടിയത്. കൊതിയെത്തിയത് അതിൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. വരുന്ന വഴിക്ക് താത്താക്ക് വിശക്കുണ്ട് പറഞ്ഞിട്ടൊരു മാങ്ങയൊക്കെ പൊക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ചിരിച്ചത്. പിന്നെ ഈ കാണുന്നത് ഉണ്ടോ, സൂക്ഷിച്ച് നോക്കൂ, ഒരു എയർപ്ലെയിൻ പോണു. ഒരു കുപ്പി വെള്ളം മൊത്തം ഞങ്ങൾ കുടിച്ച് തീർത്തു. പിന്നെ ഇതാ രണ്ടാളും കൊട്ടയും കൊണ്ട് കയറി ഞാൻ എടുത്തതാണ്. ഇത് മറച്ച് വാങ്ങിട്ടിയത് രണ്ടും ഒരേ വാങ്ങിയാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ പെറുക്കാൻ പോയപ്പോൾ ഞങ്ങൾക്കൊരു വലിയ പഴുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വേറെ ഭാഗമായിരുന്നു കേട്ടോ. ഒരു അമ്പലത്തിൻ്റെ ഒക്കെ ഒരു സൈഡിലായിരുന്നു. അവിടെ വേറെ മാവുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ ഇവളൊരു ബുദ്ധികരമായ ഒരു പരിപാടിക്കാണ് ഈ മാങ്ങ തൊല്ലി പൊളിച്ചിട്ട് അതിൽ ഉപ്പും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് തിന്നാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ആ പരിപാടിക്ക് കിടക്കുകയാണ്. അപ്പം ഇനി അത് മൊത്തം പൊളിച്ചുണ്ടാക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒരാളൊരു കോമഡി പറഞ്ഞിട്ട് ചിരിച്ച് ഞങ്ങൾ നിലത്ത് വരെ വീണ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് തേങ്ങയായിരുന്നു, അതൊരു മാങ്ങയായി ഞങ്ങളത്. അങ്ങനെ ഒരാൾ കട്ട് ചെയ്യുന്നുണ്ട്, ഒരാൾ തൊലി പോക്കുന്നുണ്ട്, ഒരാൾ അണ്ടി എടുത്തിട്ട് ഇതിക്കിടുന്നുണ്ട്. ഇത് പിന്നെ പഴുത്ത മാങ്ങയുണ്ട്, അതിൻ്റെ അണ്ടിയുമ്പോൾ മാത്രമേ ഇതുണ്ടാവുള്ളൂ. ഇത് ശരിക്കും ഞങ്ങൾ ഈമ്പി തിന്നണതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ ഇത് കുറച്ച് വെറൈറ്റി പിടിച്ചതാണ് ഞങ്ങൾ. അങ്ങനെയുള്ള മാങ്ങ മൊത്തം ഞങ്ങൾ പെറുക്കിയതാക്കട്ടോ. ഇത്രയും മാങ്ങകൾ കുറേ മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓളെ ബുദ്ധി ആയതുകൊണ്ട് അധികം പ്ലാന് പൊളിയോ അരച്ചിട്ട് ഞാൻ ഇത്തിരിയെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ അതിനിടയ്ക്ക് ചണ്ടി തട്ടാൻ പോയതായിരുന്നു. ഒരാൾ പേടിക്ക് വയെടുത്തതാണ്. അപ്പോൾ ഫസ്റ്റ് ഉപ്പിട്ടു, പിന്നെ മുളക് പൊടി ഇട്ടു. പിന്നെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുരുമുളക് പൊടി വേണം, ഞങ്ങൾ ഇട്ടില്ലേനൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ടേസ്റ്റിന് ഞാനൊക്കെ ഇട്ടുണ്ടായിരുന്നു. സത്യം പറയാൻ എനിക്ക് തീരെ ഇഷ്ടമായിരുന്നു കേട്ടോ. കുരുമുളക് പൊടി ഇട്ടുകൊണ്ടാണോ എന്നറിയില്ല, ഓൽക്കെല്ലാവർക്കും ഇഷ്ടമായി, പക്ഷെ എനിക്കധികം ഇഷ്ടമായില്ല. അങ്ങനെ നേരെ കൊണ്ട് ഞങ്ങളത് തിന്നാനുള്ള പുറപ്പെടുകയും പോവുകയാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ ഇപ്പോൾ ഇഞ്ചോടായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞോളും എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ അത്. പിന്നെ മാങ്ങ കാണിക്കണ കച്ചറായി അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ബൈ.